ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പാർട്ട് 1 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് പ്രകാരം നമ്മൾ പാർട്ട് 2 വീഡിയോ നമ്മുടെ വൺ വേർഡ് ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, ഒറ്റ മാർക്കിൻ്റെ ഒരു ചോദ്യം വരാറുണ്ടല്ലോ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ പാർട്ട് 2 വീഡിയോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ സെറ്റും കഴിഞ്ഞു, മൂന്നാമത്തെ സെറ്റ്. ഓക്കെ, മൂന്നാമത്തെ സെറ്റിലുള്ള ചോദ്യങ്ങളാണ്. ഒരു 12ഓളം ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ സെറ്റിൽ നോക്കുന്നത്. അപ്പോൾ നോക്കാം. ഇൻ എ സെൻട്രലി പ്ലാൻഡ് എക്കോണമി ഓൾ ദ ഇമ്പോർട്ടൻറ്റ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ പ്ലാൻഡ് ബൈ എന്ന് വെച്ചാൽ ഒരു കേന്ദ്ര സമ്പദ് വ്യവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ പറയും കേന്ദ്ര ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന് വെച്ചാൽ എന്തോ നമ്മുടെ സോഷ്യലിസം ഉണ്ടല്ലോ, ഈ സോഷ്യലിസത്തിൻ്റെ മറ്റൊരു പേരാണ് സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്നറിയപ്പെടുന്നത് അല്ലേ. അതിലെല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന ആരാണ്? ദ മാർക്കറ്റ് ആയിരിക്കുമോ? അല്ല. ബോത്ത് മാർക്കറ്റും ഗവൺമെൻറ് ആണോ? അല്ല. കോർപ്പറേറ്റ് സെക്ടറാണോ? അതുമല്ല. പിന്നെ ആരും ഉത്തരം വരിക? നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരം വരിക. ഇനി രണ്ടാമത്തെ ചോദ്യം, ആൻ എക്സാമ്പിൾ ഓഫ് മൈക്രോ എക്കണോമിക് വേരിയബിൾ. ഓക്കെ, ഒരു മൈക്രോ എക്കണോമിക് വേരിയബിൾ എന്ന് പറഞ്ഞാൽ മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ നോക്കുന്ന ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ, നാഷണൽ ഇൻകം നമ്മൾ മൈക്രോ എക്കണോമിക്സിലാണ് പഠിച്ചത്? അല്ല. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അവിടെയാണ് പഠിച്ചത്? അല്ല. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റും അവിടെയാണ് പഠിച്ചത്? അല്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചത് മാക്രോയിലെ സെക്കൻഡ് ചാപ്റ്ററിലാണ് പഠിച്ചത് അല്ലേ. മൈക്രോയിൽ പഠിക്കുന്നത് എന്ത് മാത്രമാണ്? ഇൻഡിവിജ്വൽ ഇൻകം ആയിരിക്കും, ഒരു വ്യക്തിയുടെ വരുമാനം. അപ്പോൾ ചെറിയൊരു കോൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എപ്പോഴും അത് മൈക്രോയിൽ വരിക, വലിയ കാര്യങ്ങളാണെങ്കിൽ അത് മാക്രോയിൽ വരും കേട്ടോ. ഇനി മൂന്നാമത്തെ സി എന്ന ക്വസ്റ്റ്യൻ നോക്കാം നമുക്കിവിടെ. ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്. ഓക്കെ, മോഡേൺ എക്കണോമിക്സിൻ്റെ ശ്രദ്ധിക്കണേ, മോഡേൺ മാക്രോ എന്ന് പറഞ്ഞിട്ടില്ല, മോഡേൺ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. മോഡേൺ എക്കണോമിക്സിൻ്റെ പിതാവാരാ? അത് ആഡം സ്മിത്ത് ആണ്. എന്നാൽ മോഡേൺ മാക്രോ എക്കണോമിക്സ് ആണെങ്കിൽ അത് ആരും വരിക? മോഡേൺ മാക്രോ എക്കണോമിക്സ് ആണെങ്കിൽ മാത്രമേ ആര് വരുള്ളൂ? ജെയിം കെയ്ൻസ് വരുള്ളൂ എന്നതിൻ്റെ കാര്യം ഓർത്തു കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യമേ. ദ ബുക്ക് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എല്ലാവർക്കും അറിയുന്ന പുസ്തകമാണ്. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞ പുസ്തകം, അല്ലെങ്കിൽ ജനറൽ തിയറി എന്നറിയപ്പെടുന്ന പുസ്തകം പബ്ലിഷ് ചെയ്ത വർഷം ഏതാ? 1936. ഇത് ആരുടെ പുസ്തകമാണ്? കെയ്ൻസിൻ്റെ പുസ്തകമാണ് അല്ലേ. അപ്പോൾ ജെയിം കെയ്ൻസിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ജനറൽ തിയറി. 1936 അത് പബ്ലിഷ് ചെയ്തത്. ആ പുസ്തകത്തിൻ്റെ പേര് ഫുൾ നെയിം പഠിച്ചോ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്കിവിടെ. അഞ്ചാമത്തെ ചോദ്യമാണ്, അതർ തിങ്സ് റിമൈനിങ് ദ സെയിം എന്ന് വെച്ചാൽ എന്താ? മറ്റുള്ള കാര്യങ്ങളെല്ലാം സ്ഥിരമായിട്ട് നിൽക്കുന്നു. നമ്മുടെ ഡിമാൻഡിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് അല്ലേ. അതർ തിങ്സ് റിമൈനിങ് ദ സെയിം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സാധനത്തിൻ്റെ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഡിക്രീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? അതിൻ്റെ ഡിമാൻഡ് ഇവിടെ കൂടുമെന്നും, അതേപോലെ ഒരു സാധനത്തിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കുറയുമെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതെവിടെയാണ് പഠിച്ചിട്ടുള്ളത്? ഡിമാൻഡ് നിയമത്തിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്? ദ ഡിമാൻഡിൽ എന്താ സംഭവിക്കുക മാറ്റമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒരു സാധനത്തിൻ്റെ പ്രൈസ് എന്ത് ചെയ്തു? കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടുമെന്നാണ് വേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഡിമാൻഡ് കൂടുമെന്ന് പറയുന്നതിന് എന്താ പറയുക? റൈസസ് അല്ലെങ്കിൽ വർദ്ധിക്കുന്നു എന്നാണ് പറയുക. ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി തന്നെ വരും കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഫോൾസ് വരണമെങ്കിൽ എന്തായിരുന്നു കാരണം? പ്രൈസ് കൂടണം. പ്രൈസ് കൂടിയാലേ എന്ത് ചെയ്യുള്ളൂ? ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോളോ ചെയ്യുള്ളൂ അല്ലേ. ഇനി അടുത്ത് നോക്കാം. ദ ഫേം റവന്യൂ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. നമ്മൾ പഠിച്ചിട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു ഫേമിന് സാധാരണ കിട്ടുന്നത്, ഓക്കെ, സാധാരണ കിട്ടുന്നത് നമ്മൾ പഠിച്ചിട്ട് ഷോർട്ട് റണ്ണിൽ നോർമൽ ലോങ് റണ്ണിലൊക്കെ മാറ്റം വരാറുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും കണ്ടീഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് എന്താ പഠിച്ചിട്ടുള്ളത്? മാർജിൻ റവന്യൂ ആവറേജ് റവന്യൂ തുല്യമാണെന്നാണോ, അതോ മാർജിൻ റവന്യൂ ആവറേജ് റവന്യൂ ഗ്രേറ്റർ ആവണമെന്നാണോ? എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം ഇതാണ്, മാർജിൻ റവന്യൂ ആവറേജ് റവന്യൂ തുല്യമാവുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഉത്തരം ഏത് വരിക? ഓപ്ഷൻ 3 ആണ് വരിക. മറ്റൊരു കണ്ടീഷൻ കൂടി ഉണ്ട്, നോക്കി വെക്കണേ. എം സിയും എം ആറും തുല്യമായിരിക്കണം എന്നുള്ള അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു കേട്ടോ. നെക്സ്റ്റ് അടുത്ത ചോദ്യം, നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ദേശീയ വരുമാനം നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യയിലെ ദേശീയ വരുമാനം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞു തരാണ്, നമ്മൾ NNPFC ആണ് ദേശീയ വരുമാനമായിട്ട് പറയാറുള്ളത് കേട്ടോ. ബാക്കിയൊന്നുമല്ല, കൺഫ്യൂഷൻ ആവരുത്. NNPFC എന്നാണ് ദേശീയ വരുമാനമായിട്ട് കണക്കാക്കാറുള്ളത്. ഇനി അടുത്ത ചോദ്യം, ഇൻ ഇന്ത്യ ദ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ഓക്കെ, ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ച് അഥവാ ഫോറക്സിനെ കൺട്രോൾ ചെയ്യുന്ന ആരാ? അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ ചെയ്യുന്നതും അതിനെ നിയന്ത്രിക്കുന്നതും അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതും എല്ലാം ചെയ്യുന്ന ആരാണ്? ഫോറക്സ് ഇന്ത്യയിൽ നിയന്ത്രിക്കുന്ന വേറെ ആരുമല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയും RBI ആണ് ഇത് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഉത്തര പേപ്പറിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം? RBI എന്ന് കാണാം. അപ്പോൾ RBI എന്ന് കാണുമ്പോൾ കൺഫ്യൂഷൻ അടിക്കരുത്, റിസർവ് ബാങ്കിൻ്റെ കേട്ടോ. അടുത്ത ചോദ്യം, ദ സിറ്റുവേഷൻ വേർ മാർക്കറ്റ് ഡിമാൻഡ് ഈക്വൽസ് മാർക്കറ്റ് സപ്ലൈ. മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും തുല്യമാവും നമ്മൾ എന്താ പറയുക? QD ഈക്വൽ ടു QS ആണ് അവിടെ സംഭവിക്കുന്നത് അർത്ഥം അല്ലേ. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ അതിനെന്താ പറയുക? അതിന് എക്സസ് സപ്ലൈ എന്നാണ് പറയുക? അല്ല. എക്സസ് ഡിമാൻഡ് ആണോ? ഡെഫിഷ്യൻ ഡിമാൻഡ് ആണോ? ഒന്നുമല്ല. പിന്നെ അത് ഉത്തരം ഈക്വിലിബ്രിയം എന്നാണ് പറയാറുള്ളത് അല്ലേ. ഇനി നമുക്ക് നോക്കാം അടുത്ത ചോദ്യം, ഷേപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് അണ്ടർ മോണോപോളി മാർക്കറ്റ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പഠിക്കാനില്ല, കാരണം എന്ന് പറയുന്നത് മോണോപോളി മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാമല്ല. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നമുക്കില്ലേ. അടുത്ത ചോദ്യത്തിൽ പോകാം. നമുക്ക് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നോക്കിക്കോളൂ.
ബജറ്റ് വിച്ച് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ ഗവൺമെൻറ് റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ കൂടുതലും റവന്യൂ കുറവുള്ള ബജറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ബജറ്റിൽ എക്സ്പെൻഡിച്ചർ കൂടുതലും അതിന് റവന്യൂ എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ചിലവ് കൂടുതലും വരുമാനം കുറവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്താണ് നമുക്ക് കടം വാങ്ങേണ്ടി വരും അല്ലേ. അപ്പോൾ കടം വാങ്ങേണ്ടി വരുന്ന ബജറ്റ് നമ്മൾ എന്താ പറയുക ഡെഫിസിറ്റ് ബജറ്റ് എന്നാണ് പറയാറുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഇൻ എ 2 സെക്ടർ മോഡൽ ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് C ബാർ പ്ലസ് I ബാർ പ്ലസ് C ഇൻറ്റു Y എന്ന് കൊടുത്തിട്ടുണ്ട്. ഹിയർ ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസംഷൻ വെൻ ഇൻകം ഇസ് ഈക്വൽ ടു 0 കൺസംഷൻ വെൻ ഇൻകം ഇസ് ഈക്വൽ ടു 0. നമ്മുടെ കൈവശം ₹1 പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ നടത്തുന്ന കൺസംഷൻ ആണല്ലേ. അതിൻ്റെ സമവാക്യം നമ്മളിങ്ങനെ പറയാറുള്ളത് ഇവിടെ കൊടുത്തതിന് C ബാർ വെച്ചിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ എന്തുത്തരം വരിക രണ്ടാമത്തെ ഓപ്ഷനാണ് C ബാർ എന്നാണ് നമ്മുടെ ആൻസർ വരും കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ രണ്ടാമത്തെ സെറ്റാണ് നോക്കുന്നത്. രണ്ടാമത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ 8 ചോദ്യങ്ങൾ കൂടി നോക്കാം. ആകെ മൊത്തം 20 ചോദ്യം നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം നമുക്കിവിടെ which one of the following condition is not satisfied by the long run equilibrium of under perfect combination. അതായത് പെർഫെക്റ്റ് കോമ്പിനേഷനിൽ നമുക്ക് പറയാം ഈ പറഞ്ഞ കണ്ടീഷൻസ് 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 കണ്ടീഷൻ ഉണ്ട്. നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞത് ഓക്കെ ഒരു ഫേം സാറ്റിസ്ഫൈ ചെയ്യാത്ത കാര്യം വെച്ചാൽ ഇവിടെ ലോങ് റൺ ദീർഘകാല ഉൽപ്പാദനത്തിൽ ഒരു ഫേം സാറ്റിസ്ഫൈ ചെയ്യാത്തത് ഏതാണെന്ന് ചോദിച്ചത് നമുക്കറിയാം പ്രൈസ് ഇസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ കറക്റ്റാണ്, ആവറേജ് റവന്യൂ മാർജിൻ റവന്യൂ കറക്റ്റാണ്, MCMR കറക്റ്റാണ്. അവിടെ പിന്നെ വേണ്ടാത്ത ഏത് മാത്രമാണ് ഈ പറഞ്ഞ ഓപ്ഷൻ D ആണ് നമ്മുടെ ഉത്തരവ് വരിക. കാരണം എന്താണ് അവിടെ AFCയെ കുറിച്ചും AVCയെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചേക്കേണ്ട കാര്യം പെർഫെക്റ്റ് കോമ്പിനേഷനിലെ ആ 3 കണ്ടീഷൻസ് ഉണ്ടല്ലോ അത് പഠിച്ചേക്കണ്ടോ. ഇത് ഈ വൺ വേർഡിന് വേണ്ടി മാത്രം പറയല്ല, നമുക്ക് എന്ത് ചെയ്യാം essay ക്വസ്റ്റ്യൻസ് വരെ എപ്പോഴും ചോദിക്കുന്ന ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ ഷോർട്ട് essay എന്ത് ചെയ്യാം നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ അത് വൃത്തിയായിട്ട് പഠിച്ചു, കാരണം നഷ്ടം വരാത്തൊരു ടോപ്പിക്കാണ് അത് പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത ചോദ്യം മാച്ച് ദ ഫോളോവിങ് താഴെ തന്നിരിക്കുന്നതിനെ മാച്ച് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷർ ഓഫ് മണി സപ്ലൈ, ലീസ്റ്റ് ലിക്വിഡ് ഫോം ഓഫ് മണി സപ്ലൈ, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പരസ്പരം ഷഫിൾ ചെയ്താണ് തന്നിരിക്കുന്നത്. ഞാൻ നമ്പർ കൊടുക്കാം, നോക്കണേ. 1 2 3 4 ഒന്നിന് മാച്ച് ആയിട്ട് നമുക്കറിയാം M1 എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് CU + DD ആണ് അല്ലേ, CU + DD ആണ്. അപ്പോൾ ഒന്നിന് മാച്ച് ആയിട്ട് വരുന്നതാ ഇവിടെ 4ാമതായിട്ട് കിടക്കുന്നതാണ്, അതാണ് 1 നമുക്ക് വരുന്നത്. ഇനി 2 നമുക്ക് നോക്കാം. M2 എന്ന് പറഞ്ഞാൽ എന്താണ് M2 നമുക്ക് അറിയുന്ന കാര്യമാണ്. ഈ പറഞ്ഞിരിക്കുന്ന M1 + പോസ്റ്റ് ഓഫീസ് സേവിങ് ഡെപ്പോസിറ്റ് ആണ് നമ്മൾ ചേർക്കുക അല്ലേ. പോസ്റ്റ് ഓഫീസിലെ സേവിങ് ഡെപ്പോസിറ്റും M1 ചേർത്താൽ എന്തായി മാറി നമ്മുടെ M2 ആയി മാറി അല്ലേ. അപ്പോൾ 2 അങ്ങോട്ട് വരുന്നു. ഇനി മൂന്നാമത്തത് ലീസ്റ്റ് ലിക്വിഡ് ഫോം M3 ആണ്. മോസ്റ്റ് ലിക്വിഡ് യൂസ്ഡ് മണി മെഷർ ടു മണി സപ്ലൈ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് വൺ, അതേതാണ് മൂന്നാമതായിട്ട് വരിക. 4ാമത്തെ ഓപ്ഷൻ അഥവാ M4 ആണ് എന്ത് വരുന്നത് ലീസ്റ്റ് ലിക്വിഡ് ഫോം ഓഫ് മണി സപ്ലൈ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചേക്കുക. പരീക്ഷയ്ക്ക് എന്തായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് ഷുവറായിട്ട് ചോദ്യം വരാറുണ്ട്. പഠിച്ചോക്കണ്ട മക്കളെ, പഠിക്കാതെ പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് കറക്റ്റ് തന്നിരിക്കുന്നത് ശരിയല്ലാത്ത എന്ന് ചോദിച്ചാൽ നോട്ട് കറക്റ്റ് പറഞ്ഞത് തെറ്റായിട്ടുള്ള ഏതാ കണ്ടെത്താനാണ് പറഞ്ഞത്. Y = C + I + G + X - M ശരിയാണല്ലേ. GNP = GDP + NFIA എന്ന് വെച്ചാൽ അതും കറക്റ്റാണ്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. NNP = GNP എന്നും ഡിപ്രിസിയേഷൻ കുറച്ചാൽ മാത്രം മതി, അതും കറക്റ്റാണ്. NDP ഇവിടെ കൊടുത്തിട്ടുണ്ട്. NDP എന്ന് പറയുന്നത് GDP - നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അല്ല, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് അല്ല, നമുക്ക് GDP കിട്ടണം, NDP കിട്ടണമെന്ന് നമ്മൾ എന്താ കുറക്കണ്ടേ ഡിപ്രിസിയേഷൻ തന്നെയാണ് കുറക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഉത്തരം ഏത് വരിക ഓപ്ഷൻ 4ാമത്തെ ഓപ്ഷനാണ് തെറ്റായിട്ടുള്ളത് അല്ലേ. ബാക്കി 3ഉം ശരിയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗുഡ്സ് വിച്ച് ആർ കൺസ്യൂംഡ് ടുഗെദർ നോൺ ആസ്. ഓക്കെ, ഗുഡ്സ് വിച്ച് ആർ കൺസ്യൂംഡ് ടുഗെദർ എന്ന് പറയുമ്പോൾ തന്നെ ഒന്നിച്ച് ഉപയോഗിക്കുന്ന വസ്തുക്കളാണല്ലേ. ഒന്നിച്ച് ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമ്മൾ എന്താ വിളിക്കുക എപ്പോഴും വിളിക്കുന്നതിൽ കോംപ്ലിമെൻ്ററി ഗുഡ് എന്നാണ്. ഓപ്ഷൻ B ആണ് നമ്മുടെ ശരി ഉത്തരം. എന്നാൽ പകരം വെച്ച് ഉപയോഗിക്കുന്നതിനാണ് എന്താ പറയുക സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയുന്നത്. നോർമൽ ഗുഡ് സാധാരണ ഉപയോഗിക്കുന്ന ഗിഫ്റ്റ് ഗുഡ് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ പ്രൈസ് കൂടുമ്പോൾ അതിൻ്റെ ഡിമാൻഡും കൂടുകയാണെങ്കിൽ അതിന് ഗിഫ്റ്റ് ഗുഡ് എന്ന് പറയും. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡും കുറയുകയാണെങ്കിൽ അതിനെയാണ് ഗിഫ്റ്റ് ഗുഡ് എന്ന് പറയുന്നത്. സാധാരണ ലോ ഓഫ് ഡിമാൻഡ് എതിരെ നിൽക്കുന്ന ആളാണ് ഈ പറഞ്ഞ ഗിഫ്റ്റ് ഗുഡ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. Among the following choose the one which represent the multiplier. മൾട്ടിപ്ലയർ ഇക്വേഷൻ നമ്മൾ സാധാരണ എന്താ എഴുതാറുള്ളത് 1/1 - MPC എന്ന് എഴുതാറുള്ളത്. അങ്ങനെ ഒരു ഇക്വേഷൻ ഇവിടെ എവിടെയാണ് വരുന്നത് വെച്ചാൽ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ B ആണ് ശരി ഉത്തരം വരിക 1/1 - MPC. ഇനി ഇതിന് പകരം നേരെ തിരിച്ച് ഇങ്ങനെ ആവട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കൊടുക്കാവേ, ഇങ്ങനെ നമുക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ചേർക്കാം. എന്താണത് 1/1 - MPC എന്ന് പകരം 1/MPS എന്ന് കൊടുത്താലും കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ കണ്ടാൽ തെറ്റിദ്ധരിക്കരുത്, സാറേ ഉത്തരം തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആയത് പേടിച്ചൊന്നും പോകരുത്. വെറുതെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തന്നെയാണ് 2 ഇക്വേഷനും സെയിം ആയിരിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ചോദ്യത്തേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോവിങ്ങിനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മാച്ച് ദ ഫോളോവിങ് പറയുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെ പേടിക്കൊന്നും വേണ്ട, നിങ്ങളിവിടെ ആകെ നോക്കിക്കണ്ടായിരുന്നല്ലോ ഇതിൻ്റെ ഇടയിലുള്ള സൈനുകൾ നോക്കുക.
നമ്മുടെ കോബ്ര ക്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് കാര്യമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽഫ പ്ലസ് അല്ലേ, നമ്മൾ പഠിച്ച ഓർമ്മ ഉണ്ടല്ലോ, ആൽഫയും വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്തത്, ആൽഫ പ്ലസ് ബീറ്റ ഇസിക്കൽ ടു എന്ന് പറഞ്ഞിട്ട് 1, ആൽഫ പ്ലസ് ബീറ്റ ലെസ് ദാൻ 1, അതേപോലെ തന്നെ ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ആ സംഗതി തന്നെ ഇവിടെ തന്നിട്ടുള്ളത്, വേറെ ഒന്നും കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇവിടെ കെ എന്നൊക്കെ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങളൊന്നും കൺഫ്യൂഷൻ ആണ് കേട്ടോ, നമ്മുടെ കോബ്ര ക്ലാസ് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈക്വൽ ടു ഞാനിവിടെ നമ്പർ കൊടുക്കാം 1, 2, 3. ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സമമായിട്ടുള്ള അല്ലേ. അപ്പോൾ അതെന്തായിരിക്കും, കോൺസ്റ്റൻറ്റ് റിട്ടേൺ ടു സ്കെയിൽ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് ഡിക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ ആയിരിക്കും. ഓക്കെ, മൂന്നാമത്തെ ഓക്കെ ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിൽ ആയിരിക്കും. ഇങ്ങനെയാണ് നിങ്ങളിവിടെ ആൻസർ ചെയ്ത് നോക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is not a characteristics of, സവിശേഷത അല്ലാത്തത്. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് അത് നോട്ടാണോ അതാണോ ചോദിച്ചിരിക്കാൻ നോക്കണം, ശരിയായത് ഏതാണ് ശരിയല്ലാത്തത് ചോദിച്ചിരിക്കാൻ നോക്കണം. അപ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അഥവാ നമുക്കറിയാം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലേ, നമ്മൾ മറ്റൊരു പേര് പറയുന്നതിന് എന്താണ് ക്യാപിറ്റലിസം എന്ന് പറയാറുണ്ട്. ഈ ക്യാപിറ്റലിസത്തിൻ്റെ സവിശേഷത അല്ലാത്തത് ചോദിച്ചു നോക്കിക്കോട്ടോ. വേജസ് ആൻഡ് പ്രൈസസ് ആർ ഡിറ്റർമൈൻഡ് അഡ്മിനിസ്ട്രേഡ് ബൈ ദി ഗവൺമെൻറ്, ശരിയാണോ, അല്ല, അതിനെ തെറ്റുള്ളായാലും ബാക്കി എല്ലാം തന്നെ കറക്റ്റാണ്. പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ കറക്റ്റാണ്. പ്രൊഡക്ഷൻ ടേക്ക് പ്ലേസ് ഫോർ എക്സ്ചേഞ്ച് അതും കറക്റ്റാണ്. സെയിൽ ആൻഡ് പർച്ചേസ് ലേബർ സർവീസ് പ്രൈസ് കോൾഡ് വേജ് റിച്ച് അത് കറക്റ്റാണല്ലേ. അപ്പോൾ ഉത്തരം ഏത് വരിക, ഓപ്ഷൻ എ ആണ് വരിക കേട്ടോ. ഗവൺമെൻറ് കാര്യമായിട്ട് അവിടെ ഒന്നും റോൾ ഉണ്ടാവില്ല. ഇനി അടുത്ത ചോദ്യം, റൈസിങ് പോർഷൻ ഓഫ് ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ് ഫ്രം ദ മിനിമം ഓഫ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. എന്താ പറയുന്നത്, റൈസിങ് പോർഷൻ ഓഫ് മാർജിനൽ കോസ്റ്റ് കർവ്. മാർജിനൽ കോസ്റ്റ് കർവ് എന്നുള്ള ഭാഗം നിങ്ങൾ നോക്കുക. എവിടെ നോക്കുന്നത്, ആവറേജ് കോസ്റ്റ് കർവ്. നമ്മൾ ഈ പഠിച്ച സപ്ലൈ കർവ് പഠിച്ചില്ലേ, സപ്ലൈ കർവ് ലോങ് റൺ അതാണ് ഇവിടെ ചോദിച്ചില്ലേ, ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് ദ ഫേം എന്നാണ് ചോദിച്ചില്ല കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ ഇത്രയും ചോദ്യം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് 20 ക്വസ്റ്റ്യൻസ് ആണ്. 20 ക്വസ്റ്റ്യൻസ് നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡിലായിട്ട് ചോദ്യങ്ങൾ നമ്മൾ പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യാനുള്ള സൂത്രപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എളുപ്പത്തിൽ കണ്ടന്റ് പഠിക്കുക എന്നുള്ള മാത്രം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്, ബൈ.